കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന 3 മണ്ഡലങ്ങളിലൊന്നായ പാലക്കാട് ഞാൻ നിൽക്കുന്നത്. പാലക്കാട് എൻ്റെ സ്ഥാനത്ത് ശ്രീ കൃഷ്ണകുമാരേട്ട ഞങ്ങൾ പ്രതികരിക്കുകയാണ്. കൃഷ്ണകുമാരേട്ട, അതായത് കേരളത്തിലെ ആദ്യത്തെ നഗരസഭയാണ് പാലക്കാട്. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ പാർലമെൻ്ററി അംഗമാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഈ പാർലമെൻറ്റ്. തീർച്ചയായിട്ടും വളരെ ആവേശകരമായിട്ടുള്ള പ്രതികരണമാണ്. ഏത് ഭാഗത്ത് പോയാലും ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു വലിയൊരു മാറ്റം അവരാഗ്രഹിക്കുന്നു. ഇത്തവണ ചരിത്രത്തിൻ്റെ താളുകളിൽ ഇടം പിടിക്കുന്ന ഒരു മാറ്റം പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലുണ്ടാവും. അത് രാജേഷ്, നിലവിൽ എം പി രാജേഷിൻ്റെ അത് അട്ടപ്പാടിലായാലും പ്രളയ സമയത്ത് ഇവിടെ എത്തിയില്ല എന്നതിലുള്ള ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അതിനെപ്പറ്റി എന്താണ്? ഒരു MP എന്നുള്ള നിലയിൽ കഴിഞ്ഞ 10 വർഷക്കാലം രാജേഷ് പരിപൂർണമായിട്ടും പരാജയമാണ്. പ്രളയകാലത്ത് ജനങ്ങളുടെ പ്രതികരണം ഇവിടുത്തെ ദൃശ്യമാധ്യമങ്ങളിൽ തന്നെ നമ്മൾ കണ്ടതാണ്. അട്ടപ്പാടിയിലെ നവജാത ശിശുക്കളുടെ മരണം തടയുന്നതിൽ അദ്ദേഹം പരിപൂർണമായും പരാജയപ്പെട്ടിരിക്കുക. അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് കാർഡ് തന്നെ 2016 വരെയുള്ള നവജാത ശിശുക്കളുടെ മരണമാണ് പറഞ്ഞിരിക്കുന്നത്. 2019 ഇരിക്കുന്ന റിപ്പോർട്ട് കാർഡിൽ 17ത്തെയും 18ത്തെയും ഡാറ്റ വിട്ടതിൽ തന്നെ അദ്ദേഹം ജനങ്ങളിൽ നിന്ന് പലതും മറച്ചുവെക്കാൻ ആഗ്രഹിക്കുന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് നവജാത ശിശുക്കൾ 15% അവരുടെ മരണനിരക്ക് 19.4% വർദ്ധിച്ചിരിക്കുക. അപ്പോൾ ഈ ശബരിമല വിഷയത്തിൽ, അതായത് ശബരിമല വിഷയത്തിൽ വോട്ട് അതായത് വിശ്വാസികളുടെ ഒരുപാട് വ്രണപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ അതൊരു വോട്ട് ബാങ്കായി തീരുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഏത് പ്രദേശത്ത് പോയാലും അമ്മമാർക്കും സഹോദരിമാർക്കും വിശ്വാസികൾക്കും പറയാനുള്ളത്, ഞങ്ങൾ ഇത്രയും കാലം വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചവരാണ്, അവർക്ക് വേണ്ടി വോട്ട് ചെയ്തവരാണ്. കഴിഞ്ഞ ശബരിമല വിഷയത്തോടു കൂടിയിട്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പോരാടിയ, ഞങ്ങൾക്ക് വേണ്ടി ജയിലിൽ കിടന്ന, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പോലീസ് മർദ്ദനം ഏറ്റുവാങ്ങിയ BJPയുടെയും സംഘപരിവാർ പ്രസ്ഥാനത്തിൻ്റെയും പ്രവർത്തകരോടൊപ്പം അവരോടൊപ്പമാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ നിന്നാണ്. ഇത്തവണ ജയിക്കുകയാണെങ്കിൽ ഈ മണ്ഡലത്തിൽ എന്തൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഈ മണ്ഡലത്തിൽ ഒരുപാട് വികസന സാധ്യതകളുള്ള മണ്ഡലമാണ്. വിദ്യാഭ്യാസപരമായിട്ട്, തൊഴിൽപരമായിട്ട്, അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിലൊക്കെ ഒരുപാട് കുറവുകൾ ഈ മണ്ഡലത്തിലുണ്ട്. തീർച്ചയായിട്ടും വിദഗ്ധരെ ഉൾപ്പെടുത്തിക്കൊണ്ട് പാലക്കാടിൻ്റെ സമഗ്ര വികസനത്തിനായിട്ടുള്ള ഒരു ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പദ്ധതി തയ്യാറാക്കും. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വ്യക്തമാക്കിയെന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതുകൊണ്ട് തന്നെ കോൺഗ്രസിന് കുറച്ചുകൂടി വളർച്ച മറ്റു ജില്ലകളിൽ, അതോടെ എല്ലാ മണ്ഡലങ്ങളിലും വ്യാപിക്കുമെന്ന് പറയുന്നു. അതിനെപ്പറ്റി രാഹുൽ ഗാന്ധി വന്നുകൂടിയിട്ട് UDFന് എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടായിരുന്നെങ്കിൽ അത് നഷ്ടപ്പെട്ടിരിക്കുക. കാരണം രാഹുൽ അമേധിയിൽ തോൽക്കുമെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് കേരളത്തിലേക്ക് വന്നതെന്ന് കേരളത്തിലെ മുഴുവൻ ആളുകൾക്ക് അറിയാം. അപ്പോൾ അത്രയേറെ കോൺഗ്രസിൻ്റെ സ്ഥിതി അഖിലേന്ത്യാ തലത്തിൽ ദയനീയമാണ്. ആ കോൺഗ്രസിനെ ജയിപ്പിച്ചിട്ട് യാതൊരു കാര്യവുമില്ല എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കി. തീർച്ചയായിട്ടും ഏറ്റവും പ്രഥമ പരിഗണന കൊടുക്കുക ജനങ്ങൾക്ക് അവരുടെ ജീവൻ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള കുടിവെള്ളം കിട്ടുക എന്നുള്ള പദ്ധതികൾക്കാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കുക. നിരവധി പ്രദേശങ്ങളിൽ, പാലക്കാട് ജില്ലയുടെ ഏത് പ്രദേശത്ത് പോയാലും കുടിവെള്ളം കിട്ടാത്ത അവസ്ഥയാണ്. അതിനൊരു പരിഹാരം ഉണ്ടാക്കാനുള്ള പദ്ധതിക്ക് പ്രഥമ പരിഗണന കൊടുക്കും. അത് CPM മാധ്യമങ്ങൾക്ക് നവോത്ഥാനമാണ് ഉന്നയിക്കുന്നത്. പക്ഷേ ചെറുപ്പശ്ശേരി ആയാലും അതുപോലെ തന്നെ ഒരുപാട് പീഡന കേസ് വന്നായിരുന്നു. പക്ഷേ അതിൽ AK ബാലൻ, അല്ലെങ്കിൽ ശ്രീമതി ടീച്ചർ, അവരൊക്കെയാണ് അന്വേഷണം നടത്തുന്നത്. അതിനെപ്പറ്റി എന്താണ്? ചെറുപ്പശ്ശേരി വിഷയത്തിൽ മാത്രമായിട്ട് CPMൻ്റെ പീഡന പരമ്പര ഒതുക്കരുത്. കാരണം അട്ടപ്പള്ളത്ത്, കഞ്ചിക്കോട് അട്ടപ്പള്ളത്ത് 1 വർഷം മുമ്പാണ് 2 ദളിത് വിഭാഗത്തിൽപ്പെട്ട ചെറിയ പെൺകുട്ടികൾ, 9 വയസ്സും 13 വയസ്സായിട്ടുള്ള പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്ത്. ആ 2 പെൺകുട്ടികളുടെയും ആത്മഹത്യക്ക് പിന്നിൽ CPMൻ്റെയും DYFIയുടെയും പ്രാദേശിക നേതാക്കളാണ്. ആ വാളയാർ മേഖലയിൽ മാത്രം 9ഓളം ആദിവാസി വിഭാഗത്തിൽപ്പെട്ട, പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികൾക്ക് പീഡനത്തിനിരയായിട്ടുണ്ട്. അതിലെല്ലാ കേസുകളിലും പ്രതികൾ CPMൻ്റെ പ്രവർത്തകരാണ്. CPM അധികാര സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തെ കേസുകളിലെ പ്രതികളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാതെ, കേസ് എടുക്കാതെ അവരെ രക്ഷിക്കുന്ന നിലപാടാണ് CPM സ്വീകരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത്തരം സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷിതമായിട്ട് നടക്കാവുന്ന ഒരു പാലക്കാടായിട്ട്, ഒരു കേരളമായിട്ട് മാറ്റണം എന്നാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ലക്ഷ്യം. ശബരിമല വിഷയത്തിൽ, പിറവംപള്ളിയുടെ വിഷയത്തിൽ 2 ഇരട്ടത്താപ്പ് കാണിച്ചെന്നാണ് പറയുന്നത്. അതിനെപ്പറ്റി തീർച്ചയായിട്ടും കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ നിരവധി കോടതി വിധികൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. കൂത്തുപറമ്പ് രക്ഷസാക്ഷികൾ ഉണ്ടായത് സ്വാശ്രയ കോളേജുകൾക്കെതിരായിട്ട് ഇടതുപക്ഷം CPM നടത്തിയ സമരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. സമരത്തിൻ്റെ ഫലമായിട്ടാണ് 5 രക്തസാക്ഷികൾ കൂത്തുപറമ്പിലുണ്ടായത്. അതേ CPM സ്വകാര്യ സെൽഫ് ഫൈനാൻസിങ് കോളേജുകളായ കരുണയ്ക്കും കണ്ണൂർ മെഡിക്കൽ കോളേജിനെതിരായിട്ടുള്ള കോടതി വിധിയെ മറികടക്കാനായിട്ട് നിയമസഭയിൽ ബില്ല് കൊണ്ടുവന്ന ആളുകളാണ്. പിറവംപള്ളിയുടെ കാര്യത്തിൽ കോടതി വിധി നടപ്പാക്കണമെങ്കിൽ പിറവംപള്ളിക്കും ശബരിമലയ്ക്കും ഒരേ നയമായിരിക്കേണ്ട, അത് സ്വീകരിച്ചില്ല. പിറവംപള്ളിക്കൊരു നയം, ശബരിമലയ്ക്കൊരു നയമാണ്. നിരവധി കേസുകൾ, നഴ്സിംഗ് സ്റ്റുഡൻസിൻ്റെ കാര്യത്തിൽ കോടതി അവരുടെ ശമ്പളം വർദ്ധിപ്പിക്കാനുള്ള കോടതി വിധി വന്നു. പക്ഷേ കോടതി വിധി അനുസരിച്ചിട്ട് അവരുടെ ശമ്പളം വർദ്ധിപ്പിച്ചു കൊടുത്തില്ല. ശബരിമലയുടെ വിഷയത്തിൽ മാത്രമാണ് പിണറായി സർക്കാരിന് കോടതി വിധി നടപ്പാക്കണമെന്ന്. ഹൈക്കോടതി ജഡ്ജിമാരെ ചുംബൻ എന്ന് വിളിച്ച പാരമ്പര്യമാണ് CPMൻ്റെ നേതാക്കൾക്കുള്ളത്.
കേരളത്തിലെ ആദ്യത്തെ IIT ആണ്. അതിൻ്റെ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് MP രാജേഷ് വരുന്നുണ്ട്. അതിനെപ്പറ്റി എന്താണ്? ഞാൻ MP രാജേഷ് ഈ മോദി സർക്കാർ വന്ന ശേഷമല്ലല്ലോ MP ആവുന്നത്. 2009 മുതൽ 2014 വരെ MP രാജേഷ് MP ആയിരുന്നു. എന്തുകൊണ്ട് രണ്ടാം UPA സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ MP രാജേഷിന് പാലക്കാട് എടുത്തു പറയത്തക്ക ഒരു പദ്ധതി പോലും കൊണ്ടുവരാൻ കഴിയാതെ? ഇത് 100% മോദി സർക്കാരിൻ്റെ നേട്ടം. കാരണം ശ്രീ MP രാജേഷ് ലോകസഭാ അംഗമായിട്ട് വായ തുറക്കുന്നതിന് മുമ്പ് മോദി സർക്കാർ ആദ്യ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതിയാണ് IIT. രാജേഷിന് ഈ കാര്യത്തിൽ യാതൊരു റോളുമില്ല. IIT മാത്രമല്ല, രാജേഷിൻ്റെ റിപ്പോർട്ട് കാർഡിൽ പരിശോധിച്ചാൽ അറിയാൻ കഴിയും. വാളയാർ മുതൽ വടക്കഞ്ചേരി വരെയുള്ള ദേശീയപാതയുടെ വികസനം രാജേഷിൻ്റെ നേട്ടമായിട്ടാണ് പറയുന്നത്. നാട്ടുകൽ മുതൽ താണാവ് വരെയുള്ള ദേശീയപാതയുടെ വികസനം രാജേഷിൻ്റെ നേട്ടമായിട്ടാണ് പറയുന്നത്. 2003 വാജ്പേയി സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ് വാളയാർ മുതൽ വടക്കഞ്ചേരി വരെയുള്ള ദേശീയപാത വികസിപ്പിക്കുന്നത്. കേരളം ഭരിച്ച 2 മുന്നണികളുടെയും പിടിപ്പുകേട് കൊണ്ടാണ് സ്ഥലമേറ്റെടുപ്പ് വൈകിയത്, ദേശീയപാതയുടെ വികസനം ഇത്രയും വൈകിയത്. നാട്ടുകല്ല് തൊട്ട് താണാവ് വരെയുള്ള ദേശീയപാത വികസിപ്പിക്കുന്നത് ദേശീയ തലത്തിൽ എല്ലാ ദേശീയപാതകളും വികസിപ്പിക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നടപടിയുടെ ഭാഗമായിട്ടാണ്. പാസ്പോർട്ട് സേവാ കേന്ദ്രം, ഇന്ത്യയിലെ മുഴുവൻ ലോക്സഭാ മണ്ഡലങ്ങളിലും പാസ്പോർട്ട് സേവാ കേന്ദ്രം ആരംഭിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ പാസ്പോർട്ട് സേവാ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ശ്രീ രാജേഷ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ നേട്ടം. ഇപ്പോൾ നെമ്മാറയിൽ പാസ്പോർട്ട് സേവാ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നുണ്ട് ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ. അപ്പോൾ അത് ആ MP നേട്ടമായിട്ട് അവകാശപ്പെടുന്ന പോലെയാണല്ലോ. ഇന്ത്യ മുഴുവൻ ഉണ്ടാക്കുന്ന പദ്ധതികൾ എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളും നടപ്പാക്കും. അത് ഒരു MP നേട്ടമായിട്ട് പറയാൻ കഴിയില്ല. അവസാന ഒരു ക്വസ്റ്റ്യൻ കേട്ടോ. അത് ശബരിമല വിഷയത്തിലുള്ളത്, ശബരിമല ഇപ്പോഴത്തെ രാജ്യസാഹചര്യം അനുസരിച്ചാണെങ്കിൽ ഒരുപാട് വോട്ട് അല്ലെങ്കിൽ ഒരുപാട് സീറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ലോക്സഭ എത്തുകയാണെങ്കിൽ അതായത് ശബരിമലയിൽ ഒരു ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ ഇവിടുത്തെ MP മാർ സംസ്ഥാന നിയമസഭ ഐക്യകണ്ഠേന കേന്ദ്ര സർക്കാർ ഇത് സംബന്ധിച്ച് ഓർഡിനൻസ് കൊണ്ടുവരണമെന്നൊരു പ്രമേയം പാസ്സാക്കട്ടെ. തീർച്ചയായിട്ടും BJPയുടെ അഖിലേന്ത്യാ നേതൃത്വം വഴിക്കും മറ്റുള്ള തുടർന്നുള്ള നടപടികൾ ഞങ്ങൾ സ്വീകരിക്കും. അബ്ദുൽ നാസറേയും മദനിയെ വിട്ടയക്കണമെന്ന് ഐക്യകണ്ഠേന പ്രമേയം പാസ്സാക്കിയ നിയമസഭയാണ് കേരള നിയമസഭ. കേരളത്തിലെ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനായിട്ട് എന്തുകൊണ്ട് 2 മുന്നണികളും ചേർന്ന് നിയമസഭയിൽ ഒറ്റക്കെട്ടായിട്ട് ഐക്യകണ്ഠേന ഒരു പ്രമേയം കൊണ്ടുവരുന്നില്ല? കേന്ദ്ര സർക്കാർ ഈ കാര്യത്തിൽ ഒരു ഓർഡിനൻസ് കൊണ്ടുവരുന്ന ആവശ്യപ്പെട്ടുള്ള പ്രമേയം പാസ്സാക്കാൻ തയ്യാറാവുന്നില്ല. ഇവർക്ക് കഴിയില്ലെങ്കിൽ പറയട്ടെ. കേരളത്തിലെ 2 മുന്നണികൾക്കും കോൺഗ്രസ് കള്ളക്കളി കളിക്കുക ഈ കാര്യത്തിൽ, ശബരിമല വിഷയത്തിൽ. വളരെ ശക്തമായ പ്രചരണം തന്നെയാണ് ഇപ്പോൾ ഇവിടെ പാലക്കാട് നിന്നുണ്ടാകുന്നത്. അതായത് കേരളം കാത്തിരിക്കുന്ന, അതായത് കേരളം പ്രതീക്ഷിക്കുന്ന 3 മണ്ഡലം, അതായത് ത്രികോണ മത്സരം കാണുന്ന 3 മണ്ഡലം, ഒന്ന് പത്തനംതിട്ട, തിരുവനന്തപുരം, പാലക്കാട് എന്നീ മണ്ഡലങ്ങളിലാണ് ശക്തമായ ത്രികോണ മത്സരം നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും NDA സ്ഥാനാർത്ഥി ശ്രീ കൃഷ്ണകുമാറിൻ്റെ വളരെ ശക്തമായ പ്രചരണം തന്നെയാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മലയാള വാർത്തയ്ക്ക് വേണ്ടി ക്യാമറമാൻ വിശാഖിനൊപ്പം ദിലീപ് കുമാർ.